താവൂസ് ഇബ്നു കൈസാൻ മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞത് കാണാം, നമ്മൾ അള്ളാഹുവിനോടാണ് പറയേണ്ടത്, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോടാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ് അവതരിപ്പിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടൊരു വാചകം, ഇയ്യാക അൻ തത്ലുബ ഹവായിജക ഇലാ മൻ അഗ്ലഖ ദൂനക അബ്വാബഹു വജഅല ദൂനഹാ ഹിജാബഹു. നീ നിന്റെ ആവശ്യങ്ങൾ നിന്റെ മുമ്പിൽ വാതിലുകൾ അടച്ചു വെച്ച, നിന്റെ മുമ്പിൽ മറയിട്ട, നിന്നെ സഹായിക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ സൃഷ്ടികളുടെ മുമ്പിൽ നീ അവതരിപ്പിക്കണ്ട, സൃഷ്ടികളോട് നീ ചോദിക്കണ്ട. മറിച്ച് നീ ചോദിക്കേണ്ടത് വഅലൈക ബിമൻ അമറക അൻ തസ്അലഹു വവഅദക ഇജാബ. നീ ചോദിക്കേണ്ടത് നിന്നോട് ചോദിക്കാൻ പറഞ്ഞൊരു റബ്ബുണ്ട് നിനക്ക്. അവനാണെങ്കിൽ നീ ചോദിച്ചാൽ ഉത്തരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഖാല റബ്ബുകും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കും എന്നോട് ദുആ ചെയ്യാൻ. അല്ലാഹ് പറഞ്ഞു അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന വാഗ്ദാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിന്റെ റബ്ബിനോട് നീ ചോദിക്കുക എന്ന് താവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരണം, നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം, നമ്മുടെ ഭാര്യമാരെ ഇത് പഠിപ്പിക്കണം. എന്തു പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ദുആ ചെയ്യാൻ പറയും. ഏതു പ്രശ്നത്തിനും അല്ലാഹു തആലക്ക് പരിഹാരം കാണാൻ ഒരു നിമിഷം മതി. എന്തു പ്രശ്നങ്ങളാകട്ടെ, ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷ കൈവിട്ടിട്ടുണ്ടാകും, ഞാനൊക്കെ ഇനി അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹു തആലയുണ്ട്, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ ഒരു റബ്ബ് നമ്മൾക്കുണ്ടായിരിക്കെ നമ്മൾക്ക് നിരാശ ബാധിക്കാൻ പാടില്ല. ഏത് രോഗമാണ്, ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ പഠനത്തിനനുസരിച്ച് ഈ രോഗം മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാലും അല്ലാഹു തആലയാണ് ഷാഫി. അല്ലാഹുവിനോട് ചോദിക്കുക.